മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, സഹാബാ സഹാബാ, നിങ്ങളുടെ വീട്ടിലുള്ളത് എടുത്തുകൊണ്ടുവാ സഹാബാ. പണമാണോ, എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എടുത്തുകൊണ്ടുവാ സഹാബാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ മസ്ജിദ് നബവിയിൽ നിന്ന് സ്വഹാബത്ത് ഇറങ്ങി ഓടുകയാണ്. അവരുടെ വീടുകളിലേക്ക് കടന്നു ചെന്ന് പണം കൊണ്ടുവന്നവരുണ്ട്, കാരയ്ക്ക കൊണ്ട് കൊടുത്തവരുണ്ട്, ഗോതമ്പ് മാവ് കൊണ്ട് കൊടുത്തവരുണ്ട്. പടച്ചവനെ പലയും പായും തലകണയും കൊണ്ട് കൊടുത്തവരുണ്ട്, വസ്ത്രങ്ങൾ കൊണ്ട് കൊടുത്തവരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വർഗമാണ് പ്രതിഫലം, സ്വർഗമാണ് പ്രതിഫലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ സ്വഹാബികൾ ഓടിച്ചെന്നവരുടെ വീടുകളിലുള്ളത് എടുത്തുകൊണ്ട് ഓടുകയാണ്. അള്ളാഹുവേ, ആ സമയത്താണ് ഇബ്നു ബുക്കൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ടല്ലോ, പാവപ്പെട്ടവനാ, നടക്കാൻ രണ്ട് കാലുമില്ലാത്ത സ്വഹാബിയാ. പടച്ചവനെ, ഒരു കൈ മാത്രമേ ഉള്ളൂ, ഒരു കൈ മാത്രമേ ഉള്ളൂ. ആ പാവപ്പെട്ട സ്വഹാബി തന്റെ വീടിന്റെ മുന്നിലിരിക്കുമ്പോ സ്വഹാബികൾ ഇങ്ങനെ ഓടുന്നത് കാണുകയാണ്. അതാ ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു തആല അൻഹു ഓടിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ എല്ലാവരും ഓടുന്നത്? ആ സമയത്ത് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദക്ക ചോദിച്ചിരിക്കുകയാ. എല്ലാവരും അതെടുത്തുകൊണ്ട് ഓടുകയാണ്. എന്റെ വീട്ടിലുള്ളതൽപ്പം ഗോതമ്പുമാവാ, ഇത് കൊടുത്താ സ്വർഗമാണ് പ്രതിഫലം, അള്ളാന്റെ റസൂൽ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി അവിടെ നിന്ന് ഓടുകയാ. ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു തആല വീടിന്റെ മുന്നിൽ ഇരുന്ന് ചിന്തിക്കുന്നു, അല്ലാ, കൊടുക്കാൻ എന്റെ കയ്യിൽ പണമില്ലല്ലോ, അല്ലാ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ തമ്പുരാന്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത കുതിയാണല്ലോ. ഇബ്നു ബുക്കൈൽ റളിയല്ലാഹു തആല വീട് മുഴുവനും തിരയുകയാണ്. ഒന്നും കിട്ടാതെ വന്നപ്പോ അവിടുന്ന് ഇടഞ്ഞിടഞ്ഞ് ഇറങ്ങുകയാണ്. അയൽവാസിയായ യഹൂദിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. യഹൂദിയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ഇബ്നു ബുക്കൈൽ തങ്ങൾ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? അല്ലാഹുവേ, ആ യഹൂദി ചോദിക്കുകയാണ്, ഒറ്റ കൈ കൊണ്ട് നീ എന്ത് ജോലി ചെയ്യാനാടാ? നിനക്ക് കാലില്ലല്ലോ, നിനക്കൊരു കൈയല്ലേ ഉള്ളൂ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവസാനം ഇബ്നു ബുക്കൈൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. ആ മനുഷ്യൻ അവിടെ നിന്ന് കളിയാക്കുന്നത് പോലെ അവിടെ നിന്ന് പറയുകയാ, ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരങ്ങൾക്ക് കൊണ്ടുപോയി നനയ്ക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പണം തരാ. കളിയാക്കി പറഞ്ഞതാണ്. പടച്ചവനെ, ഒറ്റ കയ്യനാണല്ലോ. ഇബ്നു ബുക്കൈൽ തങ്ങൾ കടന്നു പോവുകയാണ്. അവിടെ നിന്ന് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ഇടഞ്ഞിടഞ്ഞു പോയി. എന്നിട്ട് വെള്ളം കോരുന്ന കയറെടുത്തിട്ട് തൊട്ടിയെടുത്ത് കിണറ്റിലിടുകയാ. എന്നിട്ട് പടച്ചറപ്പേ, അവിടെ നിന്ന് വെള്ളം നിറഞ്ഞു കഴിയുമ്പോ കൈകൊണ്ട് വലിക്കുകയാണ്. അടുത്തത് വലിക്കാൻ കൈയില്ലല്ലോ, അടുത്തത് വലിക്കാൻ കൈയില്ലല്ലോ. ഇബ്നു ബുക്കൈൽ തങ്ങൾ കയറ് പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് വെള്ളം വലിക്കുകയാണ്. പിന്നെയും കടിച്ചു പിടിക്കും. ഇതുപോലെ വെള്ളം മുകളിലെത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് ആ വെള്ളമെടുത്ത് പാത്രത്തിൽ ചരിക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, ആ വെള്ളവുമായി നിരങ്ങി 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 പോയിട്ട് അതാ പടച്ചവനെ ഈന്തപ്പഴ മരത്തിന്റെ ചുവട്ടില് വെള്ളമൊഴിക്കുകയാ. അല്ലാഹുവേ, യഹൂദി ചിരിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു പോവുകയാ. പടച്ചവരെ, അവസാനം കുറെ സമയം കഴിഞ്ഞു. വീടിന്റെ വെളിയിൽ വന്ന് നോക്കുമ്പോ വെള്ളം കോരുന്ന ഇബ്നു ബുക്കൈൽ തങ്ങളെ കാണുന്നില്ല. പടച്ചവരെ, ഓടിച്ചെന്ന് നോക്കുകയാണ്. എന്തേ സംഭവിച്ചത്? കിണറ്റിന്റെ ചുവട്ടിലെ രക്തത്തിന്റെ അടയാളം കാണുകയാണ്. ഇബ്നു ബുക്കൈൽ തങ്ങളെ കാണുന്നില്ല. യഹൂദി ഈന്തപ്പന തോട്ടത്തിലൂടെ തെരഞ്ഞു നടക്കുമ്പോ
രക്തത്തിൽ കുളിച്ച് ബോധം കെട്ട് കിടക്കുകയാ. അവിടുന്ന് രക്തത്തിൽ കുളിച്ച് ബോധം കെട്ട് കിടക്കുകയാണ്. യഹൂദി ഓടിച്ചെന്നു, വെള്ളമെടുത്ത് മുഖത്തൊടിച്ചു. അതാ ഇബ്നു ബുക്കൈല തങ്ങൾക്ക് അവിടുന്ന് പടച്ചവനെ ബോധം തിരിച്ചു വന്നപ്പോ യഹൂദി ചോദിക്കുകയാ, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇതുപോലെ നീ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു. ഇബ്നു ബുക്കൈല തങ്ങൾ പറയുകയാണ്, എനിക്കല്ല പണം. എന്തിനാ പണമെന്നറിയുമോ? എന്തിനാ ഇതുപോലെ കഷ്ടപ്പെടുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് സദക്ക ചോദിച്ചിരിക്കുകയാ. മുത്തുനബി സദക്ക ചോദിച്ചിരിക്കുകയാ. എല്ലാവരും അവരുടെ കയ്യിലുള്ളത് കൊണ്ട് കൊടുക്കുകയാണ്. കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നു ബുക്കൈല തങ്ങൾ ചോദിച്ചു, എന്റെ കൂലിയൊന്ന് തരുമോ? അല്ലാഹുവേ, യഹൂദിയായ മനുഷ്യനുണ്ടല്ലോ, 3 ദിർഹമാണ് എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തത്. ഇബ്നു ബുക്കൈല റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പോവുകയാ. റസൂലുള്ളാഹി നോക്കുമ്പോ ശരീരത്തിലൂടെ വായിലൂടെ രക്തമിങ്ങനെ ഒഴുകുന്നുണ്ട്. ശരീരം മുഴുവനും രക്തമാണ്, വസ്ത്രങ്ങൾ മുഴുവനും രക്തമാണ്. ഇബ്നു ബുക്കൈല തങ്ങൾ മസ്ജിദുൻ നബവിയുടെ മുന്നിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് വരികയാ. റസൂലുള്ളാഹി ഇറങ്ങി ഓടുകയാണ്. ഇബ്നു ബുക്കൈല തങ്ങളുടെ ചാരത്ത് ചെന്നു. അവിടുന്ന് ചോദിക്കുന്നു, ഇബ്നു ബുക്കൈലേ, ആരാ നിന്നെ വേദനിപ്പിച്ചത്? ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? എങ്ങനാണ് നിന്റെ ശരീരത്തിലൂടെ രക്തം വരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരാളും എന്നെ ഉപദ്രവിച്ചില്ല നബിയേ, ഒരാളും എന്നെ വേദനിപ്പിച്ചില്ല നബിയേ. പിന്നെ എങ്ങനാ നിന്റെ വായിലൂടെ രക്തം വരുന്നല്ലോ? നിന്റെ ശരീരം മുഴുവനും രക്തമാണല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ സ്വഹാബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കയറ് കടിച്ചിട്ട് അതാ യഹൂദിയുടെ വീട്ടിൽ വെള്ളം വലിക്കുമ്പോ ഒരു കൈ കൊണ്ട് കയറ് വലിച്ചു, രണ്ടാമത് വലിക്കാൻ കൈയില്ലാതെ എന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ആ കടിച്ചു പിടിച്ചത് കാരണം എന്റെ നാവും ചുണ്ടും മുറിഞ്ഞതാണ് നബിയേ. ആ കയറ് കടിച്ചിട്ട് മുറിഞ്ഞതാ. ഈ ശരീരത്തിലെ രക്തമേതെന്നറിയുമോ? നടക്കാൻ കാലില്ലാതെ മണ്ണിലൂടെ നിരങ്ങിയതാ. മണ്ണിലൂടെ നിരങ്ങിയത് കാരണം എന്റെ തൊടയിലെ മാംസം ഉരഞ്ഞിട്ട് വരുന്ന രക്തവാ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കഷ്ടപ്പെട്ടത്? എന്തിനാ ചോദിച്ചാ ഞാൻ തരുമായിരുന്നല്ലോ, ചോദിച്ചാ ഞാൻ തരുമായിരുന്നല്ലോ. യാ റസൂലല്ലാഹ്, സ്വർഗം കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ നബിയേ. ഇബാദത്തുകൾ വളരെ കുറവാണല്ലോ, ഇബാദത്തുകൾ വളരെ കുറവാണല്ലോ. മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിക്കണ്ടേ? അങ്ങല്ലേ സ്വർഗം തരാമെന്ന് പറഞ്ഞത്? സദക്ക കൊടുക്കുന്നവന് സ്വർഗം തരാമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ നബിയേ? ആ സ്വർഗത്തിന് വേണ്ടിയാണ് യാ റസൂലല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് 3 ദിർഹം എടുത്തു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, നിനക്ക് കൈയുണ്ടല്ലോ വാപ്പ, നിനക്ക് കാലുണ്ടല്ലോ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് സമ്പത്തുണ്ടല്ലോ, നിനക്ക് വീടുണ്ടല്ലോ, നിന്റെ വീടിന്റെ ചുറ്റുമതിലിന് പോലും എത്രയോ പണമാ, എത്രയോ പൈസ അല്ല നിനക്ക് തന്നല്ലോ. സ്വർണമിടാത്ത ഒറ്റ പെണ്ണ് പോലും ഇവിടെ ഇരിക്കുന്നില്ല. ഏതു പെണ്ണിന്റെ ശരീരത്തിലും സ്വർണമുണ്ട്. ഉമ്മാ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാൻ നിന്റെ കയ്യിൽ എന്തേ ഉള്ളത്? പള്ളിയിലേക്ക് ഫർള് നിസ്കരിക്കാൻ പോകുമ്പോ നീ നടന്നു പോകു, നിന്റെ കാൽ ചുവട് വെറുതെയാകില്ല, നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാപ്പാ നടക്കണ പള്ളിയിലോട്ട്? പള്ളിക്കകത്ത് ബൈക്ക് കയറ്റാൻ പറ്റുമെങ്കിൽ അവിടെയും നമ്മൾ കയറ്റും. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളിക്കകത്തെങ്ങാണം പാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ വണ്ടി അതിനകത്ത് വരെ കയറ്റും. നമ്മൾ നടക്കൂല.
നമ്മൾ നടക്കൂല. അതിനകത്ത് വരെ വാപ്പ അടുത്ത് പറയാ, വാപ്പ നിങ്ങൾ നോക്കി, ഈ രോഗമുള്ളവരുണ്ടല്ലോ, ഒരുപാട് അസുഖമുള്ളവരുണ്ടല്ലോ, മാറത്തില്ല, ഡോക്ടറും ഇവിടെ പള്ളിയിലേക്ക് പോ വാപ്പ, വയ്യസ്താതെ ഒരു ചെവിട് വെക്കാൻ വയ്യസ്താതെ, ഒരു പറ്റൂല, മുട്ടുവേദന, ആ വേദന, ഈ വേദന. ഡോക്ടർ വന്നിട്ട് പറയും 2 ബ്ലോക്ക് ഉണ്ട്, കൊളസ്ട്രോളൊക്കെ കൂടുതലാ, നീ മര്യാദയ്ക്ക് രാവിലെ എഴുന്നേറ്റ് നടക്ക്, ഇല്ലെങ്കിൽ നീ ചത്തുപോകും. അപ്പൊ എഴുന്നേറ്റ് നടക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഡോക്ടർ പറയാ, ഒന്ന് വയ്യാതെ പെട്ടെന്നൊന്ന് വീണു, പൊക്കിയെടുത്ത് ഇവിടെ എവിടെങ്കിലും കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ബ്ലോക്ക് ഉണ്ട്, ട്രാഫിക് ബ്ലോക്ക് അല്ല, നിനക്ക് ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മാറ്റണം, കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാ, തടി ഇത്തിരി കുറയ്ക്കണം, ഒരുപാട് കൂടുതലാ പലതും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് നടക്കണം 1 അരമണിക്കൂർ, ഇല്ലെങ്കിൽ നീ ചത്തുപോകും കേട്ടോ. പടച്ചവനെ, പിറ്റേ ദിവസം രാവിലെ പെണ്ണുമ്പുള്ള അലാറം വെച്ച് എഴുന്നേക്ക്, സുബഹി നിസ്കരിക്കാനല്ല. ഡോക്ടർ പറഞ്ഞു നീ ചാവൂന്ന്. അപ്പത്തേക്ക് പെണ്ണുമ്പുള്ള അലാറം വെച്ചിട്ട് വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് അലാറം വെച്ചിട്ട് വിളിക്കുക, ഇച്ച എഴുന്നേക്ക്, നമുക്ക് നടക്കാൻ പോകാം. പടച്ചവനെ, പൊക്കും ഇല്ല, പൊക്കും. അള്ളാഹു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ ഭർത്താവിനോട് ഭാര്യ പറയുക, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാൻ കൂടെ. എന്നിട്ട് റോഡിൽ കൂടെ നടക്കുക. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആപ്പ രോഗം മാറാനുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? നീ ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ശാസ്ത്രം ഇപ്പം പറയുന്നു, ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്ക്, നിന്റെ ഏകദോഷമുള്ള രോഗമൊക്കെ മാറും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ നടക്കണം? ചെരുപ്പില്ലാതെ നീ മണ്ണിലും കല്ലിലൂടെ നടക്ക്, നിന്റെ ഏകദേശമുള്ള രോഗം മാറും. എന്നാൽ 1400 കൊല്ലം മുമ്പ് മുത്തുനബി പറഞ്ഞു, പള്ളിയിലേക്ക് നീ നടന്നു പോ, നിനക്ക് സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പള്ളിയിലേക്ക് നടക്കാൻ പറഞ്ഞാൽ വയ്യ, എന്നാ മരിച്ചു പോകും. എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ നമ്മൾ നടക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയിലേക്ക് വെക്കുന്ന ചുവട്ടടി വെറുതെയല്ല. മഹാനായ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിന്റെ മുകളിൽ ഒരു പാലമുണ്ട്, സിറാത്ത്. ദൂരം എത്രയാണെന്നറിയാവോ? ഈ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലം, ചരിത്രം പറയുന്നു 50,000 വർഷം കയറ്റം, പിന്നെ കുറെ കൊല്ലം നിരപ്പ്, പിന്നെ കുറെ കൊല്ലം ഇറക്കം. ഇങ്ങനത്തെ ഒരു പാലമാണ് സിറാത്ത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഈ പാലത്തിന്റെ നീളം ഒന്ന് ചിന്തിക്ക്. 50,000 കൊല്ലം എന്ന് പറഞ്ഞാൽ അവിടത്തെ ഒരു ദിവസം തന്നെ ഇവിടത്തെ 50,000 വർഷം ഉണ്ടെന്ന ചിന്തിക്ക്. അവിടത്തെ ഒരു ദിവസം, അര ദിവസമെന്നും ഒരു ദിവസമെന്നും 50,000 വർഷത്തെ ദൈർഘ്യമുണ്ട് അവിടത്തെ ഒരു ദിവസത്തിന്. അങ്ങനെ 50,000 കൊല്ലം കയറ്റം കയറണമെങ്കിൽ ആ പാലത്തിന്റെ കയറ്റം ഇന്ത്യ, ഈ ലോകം മുഴുവനും നടന്നാൽ പോലും അതിനേക്കാളും ഇരട്ടിയ. അപ്പൊ ഇങ്ങനെയുള്ള പാലത്തിൽ കൂടെ കയറിയിട്ട് വേണം അക്കരയ്ക്ക് ആ സ്വർഗം ഇരിക്കുന്നത്. അല്ലാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ പാലത്തിൽ കൂടെ കയറി അക്കരയിൽ ആ സ്വർഗം പോകാൻ പറ്റൂ. അപ്പോഴാണ് സഹാബത്ത് പലരും ചോദിച്ചു, നബിയെ, ഈ സ്വർഗത്തിലേക്ക് ഈ പാലം കടന്നു പോകണമെങ്കിൽ തന്നെ എത്ര കാലമെടുക്കും ഈ പാലത്തിൽ കൂടെ സ്വർഗത്തിൽ പോകാൻ? അപ്പോഴാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില ആൾക്കാർ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ആ ഒറ്റ കാൽ ചുവടിൽ അള്ളാഹു അടുപ്പിച്ചു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ബുറാക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? ഇസ്രാ മിറാജിന്റെ രാത്രിയിലെ ബുറാക്ക്, കണ്ണെവിടെ കാണുന്നു അടുത്ത സ്റ്റെപ്പ് അവിടെ വെക്കാം. അത് എവിടെയാണോ തന്റെ കണ്ണിന്റെ കാഴ്ചയെത്തുന്നത് അത്രയും ദൂരം അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന അടുത്ത് അങ്ങോട്ടാ. അതുകൊണ്ടാ അങ്ങ് പോയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി പോകും. അള്ളാഹു അങ്ങനെ ചിലരെ സിറാത്ത് കടത്തുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതിൽപ്പെട്ട ഒരു വിഭാഗം ആരെന്നറിയുമോ? അള്ളാഹുടെ പള്ളിയിലേക്ക് നടന്നവനാ. അള്ളാഹുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നവൻ ആ നരകത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാലത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുമ്പോ തന്നെ 10 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു. ഒന്ന് സങ്കല്പിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചറപ്പേ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് നടന്നവരുണ്ടല്ലോ, ആ ചുവട്ടടി വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, നീ സുറാത്ത് എളുപ്പത്തിൽ കടക്കാനത് കാരണമോ? അതുകൊണ്ട് എന്റെ വാപ്പമാരോട് പറയുകയാണ്, വാപ്പാ, പള്ളിക്കകത്ത് വരെ നിന്റെ വാഹനം നീ കയറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. നേരം നീ പള്ളിയിൽ വരുന്നവനാട്, നീ
നടന്നു വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു വക്കത്തെങ്കിലും നടന്നു പോകൂ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ഒരു വക്കത്തെങ്കിലും നടന്ന് നമസ്കരിക്കാൻ പോകൂ. എന്റെ പ്രിയപ്പെട്ട സുഖമില്ലാത്ത വാപ്പമാര് പള്ളിയുടെ ഗേറ്റിന്റെ അവിടെ വണ്ടി വെച്ചിട്ട് ആ പള്ളിക്കകത്തേക്ക് കേറുന്ന അത്രയും സ്ഥലമെങ്കിലും നിന്റെ കാലുകൊണ്ട് നടക്ക്. ഒരു കാല് വെച്ചാ പാപം പൊറുക്കുകയാ, ഒരു കാല് വെച്ചാ പദവി ഉയർത്തുകയാ. പടച്ചവരെ, നിന്റെ നന്മകൾ, നിന്റെ ദറജകൾ അല്ലാഹു ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പാപം പൊറുക്കാനുള്ള അഞ്ചാമത്തെ എളുപ്പ വഴി എന്തെന്നറിയുമോ? അത് പള്ളിയിലേക്ക് നടക്കലാ. അത് പള്ളിയിലേക്ക് നടക്കലാ. ആ നടത്തം വെറുതെയല്ല ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. ഇത് പറയുമ്പോ പെങ്ങള് ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ, ഞങ്ങളുടെ വീടിന്റെ ഉള്ളറയിലാണല്ലോ. പെങ്ങളെ, നീയും നടക്കുമല്ലോ. ആ നമസ്കരിക്കണമെന്ന നീയത്തോട്, ഇബാദത്ത് ചെയ്യണമെന്ന നീയത്തോട് നീയും നടക്കുമല്ലോ. അതിന്റെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരും പെണ്ണ്. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള അഞ്ചാമത്തെ എളുപ്പവഴി, ഒന്നാമത്തെ എളുപ്പവഴി ബാങ്ക് വിളിക്കൂ. ബാങ്കിന്റെ ജവാബ് പറ, ബാങ്കിന്റെ ദുആ ചെയ്യൂ. രണ്ട്, പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ ശഹാദത്ത് പറയുമ്പോ ഈ പറഞ്ഞ ദുആ നീ ചെയ്യൂ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നല്ലതുപോലെ വുളുവെടുക്ക്, നല്ലതുപോലെ വുളുവെടുക്ക്. നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ? വുളുവെടുത്ത് കഴിഞ്ഞാ 2 റക്അത്ത് നമസ്കരിക്കണേ, 2 റക്അത്ത് നമസ്കരിക്കണേ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? പള്ളിയിലേക്ക് നടക്കടാ ചെറുപ്പക്കാരാ. വാപ്പാ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടക്കുവാപ്പാ. നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അഞ്ചാമത്തെ കാര്യമാണ് പറഞ്ഞത്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ الذي صلى فيه ما لم يحدثه تقبل ذا تقول اللهم اغفر له اللهم ارحمه. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ആറാമത്തെ എളുപ്പവഴി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നവരാ, നമസ്കരിക്കുന്ന പെങ്ങള്, മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുന്ന പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞ് സലാമിട്ടിയ എഴുന്നേറ്റ് ഓടല്ലേ എന്റെ ചെറുപ്പക്കാരാ. നിസ്കാരം കഴിഞ്ഞ ഖതീബ് സലാം വീട്ടി കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുന്നവരുണ്ടല്ലോ, ദിക്റ് പറയാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല, ആയത്തുൽ കുർസി ഓതാ സമയമില്ല, ആ നിസ്കാരപ്പായിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാ സമയമില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പോകും, നിസ്കരിക്കും, സലാം വീട്ടി കഴിഞ്ഞാ ഇറങ്ങി ഒറ്റ ഓട്ടം സുബ്ഹാനല്ലാഹ് പറയുന്നത് വണ്ടിക്കകത്തിരുന്ന അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, സലാത്ത് പറയുന്നത് വീട്ടിനകത്തിരുന്ന് അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരപ്പായിലിരിക്കുക.
നിസ്കാരത്തും കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. ഇപ്പോഴൊക്കെ നിസ്കാരം അങ്ങോട്ട് സലാം വീട്ടിയാൽ തന്നെ എഴുന്നേറ്റ് ഓടുക ഭിത്തി ചാരാൻ. ചങ്ങാതിയുടെ മുഖം ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നോക്കിക്കേ, കണ്ടിട്ടില്ലേ? ഇവിടെ സലാം വീട്ടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചരിവും പൊക്കിയിട്ട് പോവാ തൂണ് നോക്കാൻ, എവിടെങ്കിലും ചാരാൻ. ചില ആൾക്കാർ എഴുന്നേറ്റ് പോയി ചാരി, ചില ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഇത് ഇരിക്കാൻ വയ്യ നിനക്ക്, ഇരിക്കാൻ അവിടെ കഴിയില്ലേ? അവിടെ ഇരുന്നൊരു സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാ പറയാൻ, അല്ലാഹു അക്ബർ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ തന്നെ സമയമില്ല, ഓടുക. ചിലർ ഓടുക. എൻ്റെ ഉപ്പമാരോട് പറയുന്നു, എൻ്റെ ഉമ്മമാരോട് പറയുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഒരു 5 മിനിറ്റ്, ഒരല്പമെങ്കിലും നീ ആ സദസ്സിൽ, ആ മുസല്ലയിൽ ഇരിക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗഫിർ ലഹു, നീ ഇവന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. എടാ, നിസ്കാരം കഴിഞ്ഞ് നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് വരെ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ അള്ളാഹുവിന്റെ മലക്കുകൾ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്ന് നിന്റെ പാപം പൊറുക്കാൻ, അള്ളാഹു നിന്നോട് കരുണ കാണിക്കാൻ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. നീ ഇറങ്ങി ഓടുന്നത് കാണുമ്പോൾ ആ മലക്ക് പോലും ചിന്തിക്കുക, ഇവൻ എന്താപ്പാ ഇത്ര ധൃതി എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓടല്ലേ സഹോദര, ഇരിക്കടാ അവിടെ. പള്ളി കയറി 5 മിനിറ്റ് ഇരിക്ക്. സമയമില്ല ഉസ്താദെ, ബിസി ബിസി ബിസി. അപ്പ പള്ളി കയറി ഇരിക്കും. അപ്പ ഇല്ല ഉസ്താദെ, കച്ചവടം ബിസി. പള്ളി കയറാൻ തന്നെ പലർക്കും സമയമില്ല. എന്നാ നീ ഒന്നുകൂടെ ഓർത്തോ, നിന്നെ ആ പള്ളിക്കകത്ത് കൊണ്ടുവന്നിരുത്താൻ അള്ളാഹിക്ക് അറിയാന്ന് നീ മറക്കരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹിക്ക് അറിയാം. അള്ളാഹിക്ക് നിന്നെയൊക്കെ വിറ്റ കാശ് അള്ളാഹയിലുണ്ട്. നിന്നെ കൊണ്ടുവന്ന് പള്ളിക്കകത്തിരുത്താൻ അള്ളാഹിക്ക് അറിയാഞ്ഞിട്ടല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്തിരിക്കുക. എപ്പോഴും ആ സമയത്ത് പള്ളിയിൽ ആളില്ലാത്ത സമയം, രാവിലെ 9 മണി 10 മണി സമയം, ആരും പള്ളിക്കകത്തിരിക്കാത്ത സമയമാണ്. ആ സമയത്ത് ആ ഒരു സ്വഹാബി പള്ളിക്കകത്തിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച്, എന്തേ ഇവിടെ ഇരിക്കണേ? സമാധാനമില്ല നബിയെ, കടവാ നബിയെ. കച്ചവടം മൊത്തവും പോയി. കടം കൊടുത്തവർ, കടം തന്നവർ പൈസ ചോദിക്കുമ്പോ പേടിയാ നബിയെ, കയ്യിൽ കൊടുക്കാൻ പൈസയില്ല, സർവ്വതും പോയി. കടക്കാരനായി മരിച്ചുമോ എന്ന് പേടിച്ചിട്ട് വന്നിരിക്കാൻ നബിയെ. എന്തെങ്കിലും ദുആ പറഞ്ഞതാ? ഞാൻ പറഞ്ഞത്, അള്ളാഹുടെ പള്ളിക്കകത്ത് കയറാൻ പറ്റാതെ നീ കച്ചവടം ചെയ്തുകൊണ്ടിരി. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹിക്കറിയാം. പിന്നെ നീ ജുമായ്ക്ക് പോലും 1:30 പോണേ. അത്രയും കട 1 മണിക്ക് അടയ്ക്കണേ. 1 മണിക്ക് കട അടച്ചിട്ടില്ലെങ്കിൽ 1:15 അടച്ചിട്ടാ നീ പള്ളി കയറണം. ജുമായ്ക്ക് പോലും ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ല. അല്ലാഹ് പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ല എന്നാ. നിനക്ക് സമയമില്ല. നീ ഉസ്താദ് ഖുത്ബ ഓതി, രണ്ടാമത്തെ ഖുത്ബ ഓതി, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ എങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉസ്താദന്മാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നോക്കിക്കോണടാ. എന്നിട്ടാ പള്ളിക്കകത്ത് കയറുന്നേ. അസ്സലാമു അലൈക്കും ഇറങ്ങി ഒറ്റ ഓട്ടം. എടാ ചങ്ങാതി, നിന്നെ 10 മണിക്ക് പള്ളിക്കകത്ത് കൊണ്ടിരുത്തിയിട്ട് നീ പറയുക, അല്ലാ കടവാ, അല്ലാ കച്ചവടം മൊത്തവും പോയല്ല, എന്തെങ്കിലും ഒരു വഴിതാ അല്ലാ. നിന്നെ പള്ളിക്കകത്ത് കൊണ്ടിരുത്തി പറയിപ്പിക്കാൻ അല്ലാഹിക്ക് അറിയാം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. ഈ സഹാബി പറയാ, നബിയെ കടവാ നബിയെ, നബിയെ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് എനിക്ക് പേടിയാ നബിയെ, ദുആ ചെയ്യ്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വഴികൾ പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈബുക്ക്. എന്താ അറിയത്തില്ലേ ബർക്കത്ത് എന്താന്ന്? ബർക്കത്ത് എന്താന്ന് അറിയില്ലേ? ഒന്ന് കൈബുക്കിക്ക്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് വേണോ? ബർക്കത്ത് വേണോ? 2 വഴികൾ ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? വേണമെങ്കിൽ ചെയ്യ, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത് 2 കാര്യം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു കടക്കാരായി മരിക്കുന്നവരെ തൊട്ട് കാക്കുമാറാകട്ടെ. കടക്കാരനായി മരിച്ച ഏത് കൊലകൊമ്പനാണെങ്കിലും സ്വർഗത്തിൽ പോകില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ കടം മാറാനുള്ള വഴി, കടം മാറണം, ബറക്കത്ത് വരണം, കടക്കാരനായി മരിക്കാതിരിക്കണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ചെയ്യാൻ മനസ്സുള്ളവർ ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഇതേപ്പോ സംഘാടകരെന്താ ബക്കറ്റ് കൊണ്ടുപോയി ചങ്ങാതിമാരെന്താ ഇപ്പോഴാപ്പ ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്നത്. ആ ബക്കറ്റ് ഒന്ന് കൊണ്ട് പുറകിലോട്ടൊക്കെ പോയി. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്ത് കിട്ടാൻ വേണോ? വേണോ? ബർക്കത്ത് കിട്ടാനുള്ള വഴി പറഞ്ഞു തരാം. ഒന്ന്, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വീട്ടുകാരോട് നീ സലാം പറ. അള്ളാഹു നിനക്കും നിന്റെ വീട്ടുകാർക്കും ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തു പറയണം? ഒന്ന് സലാം പറഞ്ഞ്. നിനക്ക് ബർക്കത്തല്ല കിട്ടേണ്ടത്, ഒലക്ക കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബർക്കത്ത്. എടാ, നിന്നെക്കാളും വലിയ പിശുക്കൻ ഈ ലോകത്തുണ്ടോ? എടാ, സലാം പറയാൻ പറഞ്ഞപ്പോ നീ പറയാ അസ്സലാമു അലൈക്കും. എന്തേ വാക്കിയില്ലേ? പറ, വാക്കിയില്ലേ? എന്താ വാക്കി? എന്താ? അത് പറഞ്ഞാലേ ബർക്കത്ത് കിട്ടത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ നീ പറയണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന്. നീ സലാം പരിപൂർണമായി പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തു പറയണം? സലാം തന്നെ 3 രീതിയിലാണ്. സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏത് പറഞ്ഞാലേ ബർക്കത്ത് ഉണ്ടാകത്തുള്ളൂ? പരിപൂർണമായി പറഞ്ഞാലേ ബർക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു കടം മാറ്റി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സലാം പരിപൂർണമായി പറയുന്നവന്റെ കടം അള്ളാഹു മാറ്റി തരും. എന്തെങ്കിലും വഴി അള്ളാഹു തുറന്നു തരും. അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. അപ്പൊ എന്തു പറയണം? പറയുവോ? ഇന്ന് വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവും കാക്ക. ഇന്ന് വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പെണ്ണുപിള്ള പിന്നെ വന്നിട്ടില്ല. അവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുവല്ലേ ടിവിയുടെ ഫ്രണ്ടില്. വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ വെല്ലൊക്കെ അടിക്കുക. ആമിനെ ഇങ്ങനെ എഴുന്നേറ്റ് വരും. അപ്പൊ ഭർത്താവ് വിചാരിക്കുക, അല്ലാഹ് ഉസ്താദ് പറഞ്ഞല്ലേ ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു സലാം പറയണം. അപ്പൊ ഇങ്ങനെ നിന്നിട്ട് പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓളിങ്ങനെ കിളി പോയതുപോലെ നിൽക്കുക. പടച്ചവനെ എന്താപ്പാ അല്ലാഹ് പോയി, മനുഷ്യൻ എന്തോ പറ്റി, പടച്ചവൻ എന്തോ പറ്റിയെന്ന്. കാരണം ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇരിക്കണ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ഇന്ന് സലാം പറഞ്ഞാൽ അയാൾ വിചാരിക്കും പടച്ചവനെ ശൈത്താൻ വല്ലതും കൂടിയെന്ന്. കാരണം ആദ്യമായിട്ടാ സലാം ചിരിക്കൊന്നും വേണ്ട, വീട്ടിൽ നടക്കണ കാര്യം തന്നെയാ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ബർക്കത്ത് വേണമെങ്കിൽ എന്തു പറയണം? സലാം പരിപൂർണമായി പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ പറഞ്ഞു ഉസ്താദെ കഞ്ചാവടി ഇത്തിരി കൂടുതലാ, പ്രസംഗിക്കണമെന്ന്. പേടിയാപ്പ, പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. മയക്കുമരുന്നും കഞ്ചാവൊക്കെ അടിക്കുന്ന മക്കളുണ്ട്. കല്യാണ വീടുകളിലൊക്കെ നടക്കുന്ന അനാചാരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ പറയണമെന്ന്. ഞാനപ്പോൾ എന്നോട് പറഞ്ഞ ആളോട് തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു, അവനൊന്നും വാപ്പായും കൂടെ പുറപ്പെടുമൊന്നും ഇല്ലേന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം നല്ല ഒരു വാപ്പ ഉള്ള വീട്ടിൽ അങ്ങനെ നടക്കാറില്ലല്ലോ. നല്ല ഒരു വാപ്പ ഉള്ള വീട്ടിൽ, നല്ല ഒരു ഉമ്മയുള്ള വീട്ടിൽ, നല്ല കാരണവന്മാരുള്ള വീട്ടിൽ കല്യാണത്തിന് ആർഭാടം നടക്കൂല. കഞ്ചാവടിച്ചോണ്ട് വീട്ടിൽ വരൂല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഉമ്മമാരും പറയും ഉസ്താദെ എൻ്റെ മോനോട് മുടി വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടുന്നില്ല ഉസ്താദെ, ഇങ്ങനെ നടക്കുക പറവയെ പോലെ. നടക്കട്ടെ. ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ അനുസരിക്കുന്നില്ല, കഞ്ചാവടിക്കുന്നു, കള്ളു കുടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്നറിയോ? വീട്ടിൽ ബർക്കത്ത് വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ മക്കളെ തല്ലി നേരെയാക്കാൻ, തൻ്റെ മക്കളെ നന്നാക്കാൻ വീട്ടിൽ ഏത് വാപ്പയാണോ വടി വെട്ടി വെച്ചിട്ടുള്ളത് ആ വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക് തൻ്റെ മക്കളെ നന്നാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ മക്കളെ നേരെയാക്കാൻ ഒരു ഈർക്കലെങ്കിലും വീട്ടിലുള്ള വാപ്പമാരൊന്ന് കൈപൊക്കിക്കേ.
നിനക്ക് ബർക്കത്ത് കിട്ടും. ഇപ്പൊ മനസ്സിലായോ? തൻ്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ തല്ലി നന്നാക്കാൻ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. നിന്റെ വീട്ടിൽ ഇല്ലാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ടി വി ഉണ്ടോ? ടി വി ഉണ്ടോ? കൈ പൊക്കണ്ട. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ? ഒരു വടിയെങ്കിലും വെട്ടിവെക്കടാ ചങ്ങാതി. നിന്റെ വാപ്പ പണ്ടത്തെ കാലങ്ങളിൽ 8 മണി മഗ്രിബ് കഴിഞ്ഞാൽ പുറത്തിറങ്ങണമെങ്കിൽ ഉമ്മാടെയും വാപ്പാടെയും അനുവാദം വേണം. ഒളിച്ചും പാത്ത വീടിനകത്ത് കയറണേ. 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റാറില്ല. വാപ്പാനെയും ഉമ്മാനെയും പേടിയാ മക്കൾക്ക്. അങ്ങനെ നമ്മുടെ വാപ്പായും ഉമ്മായും വളർത്തിയത്. ഇപ്പോ ഉമ്മ തന്നെ താക്കോല് കൊടുത്തിരിക്കുക മോൻ്റെ അടുത്ത്, എപ്പോഴെങ്കിലും വന്ന് കയറിയാ മതിയെന്ന്. ഓൻ കഞ്ചാവ് അടിച്ചപ്പോഴെങ്കിലും വരും, കയറിക്കിടക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ തലമുറ നമുക്കൊക്കെ നമ്മുടെ വാപ്പ തല്ലൂന്ന് പേടിച്ച് വീടിനകത്ത് ഒളിച്ചും പാത്തും ഉമ്മാടെ കയ്യും കാലും പിടിച്ചിട്ടാ കയറണേ. ഇപ്പോ വാപ്പ മക്കള് വരുന്നതിന് മുമ്പേ റൂമിൽ കയറി കിടക്കുക. കാരണം എന്തേ? ഓന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാതിരിക്കാൻ. ഇതാ കാലം. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പെണ്ണും പിള്ളേ എഴുതി വയ്ക്കുക, അവൻ വന്നോടി ഇപ്പൊ വരും, എന്നാ ഞാൻ കിടക്കട്ടെ. ഇതാ അവസ്ഥ. പേടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നീ ചിന്തിക്ക്. നീ നിന്റെ മക്കളെ കുറിച്ച് ചിന്തിക്ക്. അള്ളാഹു ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 വീടിനകത്ത് കയറി ബറക്കത്തുണ്ടാകാനുള്ള രണ്ടാമത്തെ വഴി, ഒരു വടി വെട്ടി വീട്ടിനകത്ത് ഇനിയെങ്കിലും വെച്ചോ. നിനക്ക് കൊള്ളാതെ സൂക്ഷിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3, ഇന്നെങ്ങാണം മക്കളെ തല്ലിയ നിർത്താറായോപ്പ. പണ്ട് പള്ളിയിലെ ഉസ്താദന്മാരെങ്ങാണം തല്ലി എന്ന് ഏതെങ്കിലും മക്കള് വീട്ടിൽ പോയി പറയുവോ? ഉസ്താദ് തല്ലി എന്ന് ഒരു മോനും മോളും വീട്ടിൽ പോയി പറയത്തില്ല. പറഞ്ഞ വാപ്പായും തല്ലും. എന്നിട്ട് പറയും, നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ ഉസ്താദ് തല്ലിയത്, അല്ലാതെ ഉസ്താദ് വെറുതെ തല്ലത്തില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ പോയിട്ട് മക്കള് പറയുക ഉസ്താദ് തല്ലി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ഉസ്താദിന്റെ റൂമിന്റെ മുന്നിൽ കാണും ഉസ്താദിനെ തല്ലാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ കാലം. എന്നാൽ തെറ്റും ശരിയും ആരും നോക്കാറില്ല. മക്കളെ നല്ലതുപോലെ അതബോടുകൂടി പഠിപ്പിക്ക്. അതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ബാധ്യതയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, കടക്കാരനായി മരിക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. സാധെ 1 രൂപ പോലും കടവില്ലാതെ മരിക്കണം. കാരണം അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ ചോദിക്കും, കടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ പറയും, നിങ്ങൾ ആരെങ്കിലും നിസ്കരിച്ചോളാം. നിസ്കരിക്കൂല. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് തൊട്ട് കാക്കുമാറാകട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഒരു സൂറത്ത് ഓതിയാ മതി, കടക്കാരനായി മരിക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവോ? പോരാ, ഇൻഷാ അല്ലാഹ് പോരാ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഉറക്കെ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ടോ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 10:15 പറഞ്ഞു തരാം ആ കാര്യം എന്താണ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ നാട്ടിലെ കാരണവന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. വീട്ടിലെ വാപ്പായോട് പറയുന്നു, ചിലപ്പോൾ വാപ്പായ്ക്ക് വിവരം ഉണ്ടാവണമെന്നില്ല, എങ്കിൽ കാരണവന്മാരുണ്ടല്ലോ വീട്ടിലെ പ്രായമുള്ളവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, വീട്ടിലെ കാരണവന്മാരോട് പറയുന്നു, ഒരിക്കലും ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, ഇപ്പൊ പിന്നെ കല്യാണത്തിനൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ വേറെ പലതും നടക്കുന്നുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ വാപ്പ, നിനക്ക് അല്ലാഹ് തന്ന ഒരവസരമുണ്ട്. പ്രായമുള്ളവരോട് ഞാൻ പറയുന്നു, എന്തുകൊണ്ടാ ഈ കുടകിന്റെ പരിസരം മുഴുവനും മടിക്കേരിയൊക്കെ എന്താ പടച്ചവനെ, മലയുടെ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് എത്ര പേരാവുന്ന ആലോചിക്കേ. എന്തുകൊണ്ടുണ്ടായത്? എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്? അതിന്റെ കാരണം ഞാൻ പറയാം. ഹദീസ് എടുത്തു നോക്ക്. 4 വിഭാഗം ആൾക്കാർ ഒരു നാട്ടിലില്ലാതെ വന്ന അവിടെ അള്ളാഹുടെ അദാബ് ഇറങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. വരുന്ന വഴിയിൽ എവിടെയോ ഒരു വീട് തലകീഴായിട്ട് വീണത് കാണാം ഈ വരുന്ന വഴിയിൽ. എന്തുകൊണ്ട് ഇത്രയും അദാബ് ഉണ്ടായി? അവിടെ ഒരു നാട്ടിൽ 4 ആൾക്കാരില്ലെങ്കിൽ അവിടെ അദാബ് ഇറങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതിലെ ഒരാൾ ആരെന്നറിയുവോ?
തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്താത്ത പ്രായമുള്ളവരേത് നാട്ടിലുണ്ടോ ആ നാട്ടിൽ അള്ളാഹുടെ അദാബ് ഇറങ്ങും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, കല്യാണത്തിൻ്റെ എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു, ബൈക്ക് റാലി, പടക്കം പൊട്ടിക്കൽ, എന്തൊക്കെ അനാചാരം നടക്കുന്നു. ആ വീട്ടിൽ പ്രായമുള്ള ഒരാളുമില്ലേ? ആ കുടുംബത്തിൽ പ്രായമുള്ള ഒരാളുമില്ലേ? എത്രയോ പേരുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇത് പാവമാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു പ്രായമുള്ള ആൾ ഇത് തെറ്റാണെന്ന് പറയാൻ? എടാ, പെണ്ണ് കെട്ടുന്ന മകനോട് പറയണം, എൻ്റെ വീടിൻ്റെ അകത്ത് വിവാഹം നടക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നടത്തണം, ഇവിടെ ഇത് പറ്റൂല എന്ന് നട്ടലുള്ള ഏതെങ്കിലും ഒരു വാപ്പ പറഞ്ഞാൽ പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുമോ? ഏതെങ്കിലും ഒരു കാരണവൻ, വാപ്പാടെ വാപ്പയാകട്ടെ, എങ്ങനെ കുടുംബത്തിലെ പ്രായമുള്ളവരാകട്ടെ, വാപ്പാടെ സഹോദരങ്ങളാകട്ടെ, ഇങ്ങനെ ഈ വീടിൻ്റെ അകത്ത് നടന്നാൽ ഞങ്ങൾ വരൂല എന്ന് പറയാൻ ചങ്കൂറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നീ എപ്പ ചോദിക്കും, ഉസ്താദെ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കുമോ? അനുസരിക്കണോന്ന് ആരാ വാപ്പ പറഞ്ഞേ? പ്രായമുള്ളവരോട് ഞാൻ പറയുന്നു, അത് അള്ളാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ്. അതെല്ലാവർക്കും ഇല്ല. നാട്ടിലെ കാരണവന്മാര്, പ്രായമുള്ളവർ, പണ്ടൊക്കെ പള്ളിയുടെ മുന്നിലൂടെ ഏത് ചെറുപ്പക്കാരൻ ആ മുണ്ടും മടക്കി ഉടുത്ത് നടന്നിരുന്നേ പറയും, ആ ഉപ്പാപ്പ അവിടെ ഇരിക്കുന്നുണ്ടടാ, പിടിച്ചു നിർത്തിയിട്ട് ഉപദേശിക്കും. അങ്ങനെ പറയും. നമ്മളൊക്കെ പണ്ട് പള്ളിയുടെ മുന്നിലിരിക്കുന്ന കാരണവന്മാർ അവരുടെ മുന്നിൽ പോകുമ്പോഴെങ്കിലും പതുക്കെ നടന്നു പോകുന്നതേ, അവര് നമ്മളെ ഉപദേശിക്കും, വഴക്കു പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ കാണാനില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഉസ്താദെ ഇതുപോലെയുള്ള അനാചാരങ്ങളെ കുറിച്ച് പറഞ്ഞ അനുസരിക്കത്തില്ല ഉസ്താദെ. അനുസരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പറയാൻ നിനക്ക് പറ്റുമോ? പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ നാട്ടിലെ പ്രായമുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവേ, ദീനിനെതിരായിട്ടുള്ള ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നിന്റെ വീടിന്റെ അകത്ത് നടക്കുമ്പോ അവിടെ നടത്താൻ പാടില്ല എന്ന് നെഞ്ചു വിരിച്ചിട്ട് നിന്നിട്ട് നീ പറയണം, അത് അല്ലാഹ് നിനക്ക് തന്ന അധികാരമാ, അത് അല്ലാഹ് നിനക്ക് തന്ന അധികാരമാ. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അല്ലാഹു നിനക്കൊരു പ്രത്യേക സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, എടാ ഇത് പാപമാടാ, ഇത് ചെയ്യാൻ പാടില്ലടാ, ഇതൊക്കെ അനാചാരമാണ്, ഇതൊക്കെ ഇസ്ലാമിനെതിരാണ് എന്ന് നീ പറഞ്ഞ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിലേക്ക് പറഞ്ഞു വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞു, എടാ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ നടക്കുമ്പോൾ ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ നിന്നെ അല്ലാഹ് വെറുതെ സ്വർഗ്ഗത്തിൽ കയറ്റി വിടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന വിവാഹം, നിങ്ങളുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹം നിങ്ങൾ പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയം ഒരുപാടായി, ഞാൻ നിർത്തുകയാണ്. നമ്മൾ എന്തിനാ ഒരുമിച്ച് കൂടിയത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം ഇവിടുത്തെ പള്ളിക്ക് നീളം മാത്രമേ ഉള്ളൂ, വീതിയില്ല. നിസ്കരിക്കാൻ സൗകര്യമില്ല. പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും ആ പള്ളി ഒന്ന് വിശാലമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ആ പള്ളിയുടെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലം വിൽക്കാനിട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വാങ്ങിയെടുത്താൽ ആ പള്ളി മനോഹരമായി 5 നേരം നിസ്കരിക്കാൻ വരുന്നവർക്ക്, വെള്ളിയാഴ്ചയും പെരുന്നാളും നിസ്കരിക്കുന്നവർക്ക് സൗകര്യമായ രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ പള്ളി കെട്ടാൻ കഴിയും. അതുകൊണ്ട് അവിടെ കാണുന്ന അതിനടുത്തുള്ള വസ്തു വാങ്ങാനുള്ള ഒരു പിരിവുമായി ബന്ധപ്പെട്ട ഈ പരിപാടി വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കൈയൊഴിഞ്ഞാൽ നാളെ ഇനി അത് കിട്ടണമെന്നില്ല. ഇന്നിന് നമ്മളൊക്കെ ഇത് ഉപേക്ഷിച്ചാൽ ഇനി ഒരു അവസരത്തിൽ പണവുമായി ചെന്നാൽ അത് കിട്ടണമെന്നില്ല. കാരണം അത് ടൗണിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടിയാ, വേറെ ഒന്നിനുമല്ല. ഇല്ലെന്നൊരാളും പറയരുത്, ഇല്ലെന്നൊരാളും പറയരുത്. ചോദിക്കുമ്പോ ലക്ഷങ്ങൾ കൈ വെച്ചിട്ട് പറയും ഇല്ല ഇല്ല ഇല്ല.
കോടിക്കണക്കിന് ആസ്തിയുള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ